അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഗാലക്സി മീഡിയ പൊന്നാനിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അബ്ദുറഹ്മാൻ പൊന്നാനി. നമ്മളിന്ന് പോകുന്നത് സൗദി അറേബ്യയിലെ അബഹയിലെ ഒരു കൃഷിയിടത്തിലേക്കാണ്. മാഷാ അല്ലാഹ്, ഇവിടെ പലരും ചോദിക്കാറുണ്ട് ഇങ്ങനെയൊക്കെ ഇവിടെ ഉണ്ടോ എന്നുള്ള കൃഷിയിടങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ള ചോദിക്കാറുണ്ട്. പക്ഷേ അവർക്കെല്ലാം ഒരു മറുപടിയും കൂടിയാണ് ഇത്രയും ഭാഗങ്ങളൊക്കെ. മാഷാ അല്ലാഹ്, അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് വീഡിയോയിൽ വളരെ വിശദമായിട്ട് ഞാൻ പറഞ്ഞു തരാം. നമുക്ക് എത്രയും പെട്ടെന്ന് വീഡിയോയിലോട്ട് പോകാം. बड़ा मज़ेदार चीज़ है ये माल्टा नहीं है, तो माल्टा है। नहीं नहीं, ये मौसमी है। हम इसको अपनी ज़ुबान में मौसमी बोलते हैं. ഇപ്പം ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ കൃഷിയിടം ഉള്ളത്. അപ്പോൾ നടന്നു പോകാനുള്ള ഒരു ദൂരമുള്ളൂ. അപ്പോൾ നമ്മളെ ഡ്രൈവർ നമ്മളെ കൂടെയുണ്ട്. ഡ്രൈവറാണ് നമ്മളെ കമ്പനിയിൽ. അപ്പോൾ അദ്ദേഹമായിട്ട് നടന്നിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ കുറച്ച് ഓറഞ്ചാണ് ഞങ്ങൾ ആദ്യം എടുത്തത്. ഇവിടുന്ന് 2 കിലോ ഓറഞ്ച് ഇവിടുന്ന് എടുത്തു. പക്ഷേ നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കുന്ന, കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അത്ര റേറ്റ് ഇവിടുന്ന് വരികയില്ല. അതുമാത്രമല്ല, നല്ല ഫ്രഷ് സാധനങ്ങൾ നമുക്ക് ഇവിടുന്ന് ലഭിക്കുന്നതാണ്. വെറും വെള്ളം ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്രയും കൃഷിയൊക്കെ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേറെയും ഒരുപാട് കാര്യങ്ങൾ ഈ വീഡിയോയിൽ കാണിക്കേണ്ടതുണ്ട്. അത് ഒരുപാട് കാണാം നമുക്ക് ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ എന്തൊക്കെയാണ് ഞങ്ങൾ വാങ്ങിച്ചതെന്ന് കാണിച്ചു തരാം. ഒരുപാട് ഓറഞ്ചുകൾ, ഇപ്പോൾ ഒരു 2 കിലോളം ഓറഞ്ച് ഞങ്ങൾ എടുത്തിട്ടുണ്ട് ഇവിടുന്ന്. മദീനയിലെ വീഡിയോ ചെയ്യുമ്പോഴൊക്കെ ഞാൻ ഒരുപാട് കൃഷിയിടങ്ങളൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു നമ്മളെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ. പക്ഷേ അതിലേക്കൊന്നും ഇത്ര കണ്ട് വലിയൊരു കൃഷിയിടങ്ങളൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അവിടെ ചെറിയ രൂപത്തിലാണ് അവിടെയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷേ അബഹയിൽ അങ്ങനെയല്ല, വളരെ വ്യത്യസ്തമാണ്. ഒരുപാട് കൃഷിയിടങ്ങൾ നമുക്കിതുപോലെ കാണാൻ കഴിയും. നീച്ചെ നീച്ചെ അച്ഛാ ചോൾ. താഴെയൊക്കെ ഇവിടെ ഇങ്ങനെ ഓറഞ്ച് ഇങ്ങനെ വീണ് കിടക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്തായിരുന്നാലും അതിമനോഹരമായ, മാഷാ അല്ലാഹ്, എന്തായിരുന്നാലും നമുക്ക് കൺകുളിർക്കെ ഇവിടെ ഇങ്ങനെ ഒരുപാട് കൃഷിയിടങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അബഹയിൽ. അപ്പോൾ സൗദി അറേബ്യ എല്ലാ ഇടങ്ങളും പല രൂപത്തിലാണ് ഉള്ളത്. പല ഭാഗങ്ങളും പലരും പറയാറുണ്ട് മരുഭൂമിയാണ് സൗദി അറേബ്യ എന്നുള്ളത്. പക്ഷേ അതിലൊക്കെ വ്യത്യസ്തമായിക്കൊണ്ടാണ് ഈ ഒരു അബ്ഹ പ്രദേശം നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി നമുക്ക് വേറെ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. ഇവിടെ കുറേ ടൊമാറ്റോ ഇവിടെ ഇങ്ങനെ പറിച്ച് വെച്ചിട്ടുണ്ട് ബോക്സുകളാക്കിക്കൊണ്ട്. അപ്പോൾ അത് കടകളിലേക്ക് ഇവർ കൊണ്ടുപോവുകയാണ്. അപ്പോൾ പച്ച കളറായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ അവർ പറഞ്ഞ 2 ദിവസത്തിനുള്ളിൽ ഇതിൻ്റെ കളറ് ചുവപ്പ് കളറായി മാറും. മാഷാ അല്ലാഹ്, എന്തായിരുന്നാലും ഞങ്ങൾ അവിടുന്ന് പിന്നെ ധനിയ, പുതിനയൊക്കെ അവിടുന്ന് കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കോൺഫ്ലവറാണ് ഇപ്പോൾ ഞങ്ങൾ എടുത്തിട്ടുള്ളത്. പറിച്ചെടുത്ത് അതിൻ്റെ ഇലകളൊക്കെ കളയുന്ന ഒരു ഇതാണ് കാണുന്നത്. അപ്പോൾ നല്ല ഫ്രഷ് കോൺഫ്ലവർ കണ്ടോ, നല്ല വലുത്. അത് ഇവിടുന്ന് എല്ലാം കൂടി ഞങ്ങൾ വാങ്ങിച്ചപ്പോൾ വെറും 15 റിയാലാണ് ആയത്, എല്ലാം കൂടി വാങ്ങിച്ചപ്പോൾ. പിന്നെ ഈ കാണുന്നതാണ് മല്ലിയില. നമ്മുടെ നാട്ടിലൊക്കെ മല്ലിച്ചപ്പ് എന്ന് പറയുന്ന ഇലകളാണ് കാണുന്നത്. അതുപോലെ തന്നെ പുതിനയും ഇവിടെ തൊട്ടടുത്ത് ഉണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ ആ കൃഷിയിടത്തിലൂടെ ഇങ്ങനെ കുറേ നടന്ന് ഇങ്ങനെ പല ഭാഗങ്ങളിലും. അപ്പോൾ ഇവിടെ നമ്മൾ നാട്ടിലൊക്കെ പറയാറുള്ള ചരങ്ങ ഇവിടെ ഉണ്ട്. അപ്പോൾ അതൊന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്, ഈ ഒരു ഭാഗത്തേക്ക് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ അറബികളൊക്കെ കഴിക്കുന്ന ഒരു ജർജീർ എന്ന് പറയുന്ന ഇല, അത് ഈ കപ്സൊക്കെ വാങ്ങിക്കുമ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടാറുണ്ട്. ജർജീർ പറയുന്ന ഇലകൾ അത് നല്ലതാണ്. കൊളസ്ട്രോളിനും ഒക്കെ ഷുഗറിനൊക്കെ നല്ല ഒരു മരുന്നാണ് ജർജീർ എന്ന് പറയുന്ന ഇല. പക്ഷെ അത് നമ്മൾ കഴിക്കുമ്പോൾ നല്ല ഒരു കയ്പ്പുണ്ടാവും. പക്ഷേ ആളുകൾക്ക്, കൂടുതലും മലയാളികൾക്കൊന്നും ഇഷ്ടമില്ലാത്തൊരു ഇലയും കൂടിയാണത്. പക്ഷേ പല ആളുകളും കഴിക്കാറുണ്ട്. അപ്പോൾ കഴിക്കാറുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇവിടെ കുറേ ഇലകളൊക്കെ ചെറിയ ചെറിയ ഇലകൾ കാണുന്നുണ്ടാവും. അത് സാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചീരൻ്റെ ഇലയൊക്കെ ഉപയോഗിക്കുന്നത് പോലെ ഒരു ഇലയാണ്. കറി വെക്കാൻ പറ്റിയ, ഉപ്പേരിയൊക്കെ വെക്കാൻ പറ്റിയ ഇലകളാണ് കാണുന്നത്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് വന്നപ്പോൾ നല്ല പച്ചമുളക്, കാന്താരി മുളക് ഇവിടെ കാണാൻ ഇടയായി. അപ്പോൾ ബംഗാളികളൊക്കെയാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. അപ്പോൾ അവർ നട്ടതാണെന്ന് തോന്നുന്നു. അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള അത്രയേ ഉള്ളൂ. ഇവിടെ മുളക്, കൂടുതലൊന്നും മുളക് കാണുന്നില്ല ഇതിൽ. അപ്പോൾ അതിമനോഹരമായ പച്ചപ്പുകളിലേക്കാണ്, ഇപ്പോൾ അബഹയിലേക്കാണ് ഇപ്പോൾ ഞങ്ങൾ ആ കൃഷിയിടത്തിലേക്കാണ് വന്നിട്ടുള്ളത്. അതിമനോഹരം തന്നെയാണ്. എന്തായിരുന്നാലും
സൗദി അറേബ്യ മരുഭൂമി മാത്രമല്ല, ഇതെല്ലാം കൂടി ഇവിടെ ഉണ്ട് എന്നുള്ള തെളിയിക്കുന്ന ഒരു വീഡിയോ കൂടിയാണിത്. ഈ ഒരു ഭാഗം നിറയെ മല്ലിച്ചപ്പും അതുപോലെ പുതിനയും കൂടിയാണ് ഇവിടെ ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടുള്ളത്. പിന്നെ അവിടെ നിന്ന് കുറച്ചങ്ങോട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ച് ഭാഗങ്ങൾ ഇതുപോലത്തെ ഭാഗങ്ങളൊക്കെ മറവ് ചെയ്തിട്ടുള്ള ഒരു ഭാഗങ്ങൾ, സൂര്യൻ്റെ ഉദിപ്പ് തട്ടാത്ത രൂപത്തിലുള്ള കുറേ ഭാഗങ്ങൾ ഇവിടെ നമുക്ക് കാണാം. അവിടെ ഒരുപാട് ഇലകളൊക്കെ ഉള്ളി, ഇവിടെ സവാള ഇതൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആയിട്ടില്ല, അത് 2 ആഴ്ച പിടിക്കുമെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് ഇതൊക്കെ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്, മല്ലിയിലൊക്കെ കുറച്ച് എടുക്കുന്നുണ്ട്. അപ്പോൾ അബഹയിലെ ഇത്തരം കൃഷിയിടങ്ങളിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്രഷായിട്ടുള്ള എല്ലാ വെജിറ്റബിൾ ഐറ്റംസുകളൊക്കെ നമുക്ക് ലഭിക്കും. അതുമാത്രമല്ല പൈസയും കുറവാണ്. നമ്മൾ കടയിൽ നിന്ന് കിട്ടുന്നത് എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് ചെയ്തിട്ട് വരുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. മരുന്നൊക്കെ അടിച്ചിട്ട് വരുന്ന പച്ചക്കറികളൊക്കെ നമുക്ക് ഈ കാലഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം തോട്ടങ്ങളിലേക്കോ അല്ലെങ്കിൽ ഇവിടെ ഈ കൃഷിയിടങ്ങളിലേക്കൊക്കെ വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫ്രഷ് സാധനങ്ങൾ നമുക്ക് ലഭിക്കുന്നതാണ്. എന്തായിരുന്നാലും ഞങ്ങൾ അപ്പോൾക്കപ്പം അവിടെ നിന്ന് ഓരോന്ന് കട്ട് ചെയ്ത് എടുക്കുകയും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ശേഖരിക്കുകയും ചെയ്തു. അപ്പോൾ അവിടെ 2 ബംഗാളികളോട് ജോലി ചെയ്യുന്നത് ഞങ്ങൾ കണ്ടിരുന്നു. അപ്പോൾ അവരോട് സമ്മതം ചോദിച്ചിട്ടാണ് ഈ കൃഷിയിടത്തിലേക്ക് ഞങ്ങൾ ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ചിരങ്ങ നമുക്ക് ഇവിടുന്നും കിട്ടിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത്. അപ്പോൾ കുറേ ഞങ്ങൾ കറങ്ങി ഇങ്ങനെ. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് ചിരങ്ങ ഉള്ളത്. അപ്പോൾ അവിടെ നിന്ന് ഒരു 2 ചിരങ്ങയും ഞങ്ങൾ എടുത്തു, 2 കോളിഫ്ലവർ എടുത്തു, അതുപോലെ മല്ലിച്ചപ്പ് പുതിന എടുത്തു, പിന്നെ അതുപോലെ 2 കിലോ നേരത്തെ ഞാൻ കാണിച്ചു തന്ന ഓറഞ്ചും എടുത്തു. അപ്പോൾ അത്രയും സാധനങ്ങൾക്ക് എടുത്തപ്പോൾ നമുക്ക് വെറും 15 റിയാൽ മാത്രമാണ് നമ്മളോട് വാങ്ങിച്ചത്. അപ്പോൾ എന്തായിരുന്നാലും ഇത്തരം കൃഷിയിടങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ അത് ഉപകാരമായിരിക്കും കേട്ടോ. ചിരങ്ങ അതുപോലെ അവർ ഉപയോഗിക്കുന്ന വെള്ളം അടിക്കാൻ ഉപയോഗിക്കുന്ന ഈ കൃഷിയിടത്തിലേക്കൊക്കെ വെള്ളം ഒഴുക്കുന്നതിന് വേണ്ടിയുള്ള മോട്ടറാണ് നമ്മൾ നേരത്തെ കണ്ടത്. അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ മണ്ണിങ്ങനെ കിളച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞ് ഇവിടെ ഉള്ളിയൊക്കെ ഇടാനുള്ള തയ്യാറെടുപ്പിലാണ്, സവാള ഇടാനുള്ള തയ്യാറെടുപ്പിലാണ്. അതുപോലെ തന്നെ കുറച്ച് ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെയും കോളിഫ്ലവർ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു. നല്ല ഫ്രഷ് കോളിഫ്ലവർ കണ്ടോ, നല്ല ഒരു അഴുക്കുമില്ലാത്ത ഒരു കെമിക്കലും ഉപയോഗിക്കാത്ത രൂപത്തിലുള്ള നല്ലൊരു കൃഷിയിടം കൂടിയാണ്. അപ്പോൾ നമുക്ക് റൂമിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ എപ്പോഴും വരാവുന്ന ഒരു ഭാഗത്താണ് ഇപ്പോൾ ഈ ഒരു കൃഷിയിടം ഞങ്ങളിപ്പോൾ അബഹയിൽ വന്നപ്പോൾ കണ്ടെത്തിയത്. അപ്പോൾ ഇന്ന് ലീവാണ്, വെള്ളിയാഴ്ച ദിവസമല്ലേ, അപ്പോൾ ഒന്ന് കറങ്ങാൻ വേണ്ടി വന്നതാണ്, ഇവിടെ ഒന്ന് നോക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷേ ഇത്രയും സാധനങ്ങളൊക്കെ കണ്ടപ്പോൾ നമ്മളൊന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചെന്ന് മാത്രം. അപ്പോൾ കൃഷിയിടത്തിൽ വലിയ പരിചയമില്ലാത്തത് കൊണ്ട് തന്നെ നമ്മളെ ഡ്രൈവർ കൂടെ ഉള്ളത് കൊണ്ട് എന്തായിരുന്നാലും അദ്ദേഹമാണ് എല്ലാം ഇതൊക്കെ തയ്യാർ ചെയ്ത് ഇങ്ങനെ പറിച്ചെടുത്ത് കട്ട് ചെയ്തൊക്കെ ശരിയാക്കി തന്നത്. देखो इधर माशाल्लाह. അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന അബഹയിലെ കുറേ ആളുകളൊക്കെ ഉണ്ടെന്ന് കേട്ടു. അപ്പോൾ അവരെയൊക്കെ ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കണേ. കാരണം പലവർക്കും പല അനുഭവങ്ങളാണ്. അബഹയിൽ വരുമ്പോൾ ഒരുപാട് വ്യത്യസ്തമായ ഇതുപോലെ കൃഷിയിടങ്ങളും എല്ലാം കാണാം. അപ്പോൾ മാത്രമല്ല ഇവിടുത്തെ പ്രകൃതിയും വളരെ വ്യത്യസ്തമാണ്. സൗദി അറേബ്യയിൽ അതിമനോഹരമായ ഒരു പ്രകൃതി ആണ് ഇവിടെ ഉള്ളത്. കാരണം നല്ല തണുപ്പ് അനുഭവപ്പെടുന്ന ഒരു ഭാഗം കൂടിയാണ്. ചൂട് സമയത്ത് പോലും ഇവിടെ നല്ല തണുപ്പാണ്. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾ കുറേയൊക്കെ എടുത്ത് ഇങ്ങോട്ട് പോകുന്നു. അപ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകളൊക്കെ അറിയിക്കണം ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ ഇതാണ് ഈ കാണുന്ന ഓറഞ്ച് തോട്ടം. അപ്പോൾ കണ്ടപ്പോൾ അതിമനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് ഇതൊക്കെ. അപ്പോൾ എന്തായിരുന്നാലും അടുത്തൊരു വീഡിയോയുമായിട്ട് ഇനി വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ അറിയിക്കണം. എന്താണ് ഈ ഒരു കൃഷിയിടത്തിനെ സംബന്ധിച്ചുള്ള സൗദി അറേബ്യയിലെ കൃഷിയിടം ഇങ്ങനെയൊക്കെയാണ്. അതുമാത്രമല്ല ഇത് ചെറിയൊരു കൃഷിയിടമാണ്. ഒരുപാട് കൃഷിയിടങ്ങൾ ഇതിന് തൊട്ടടുത്തൊക്കെ ഉണ്ട്. അപ്പോൾ വരും വീഡിയോയിലൊക്കെ ഇനി ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെങ്കിൽ
സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.